ബഹുമാനപ്പെട്ട മണി സാറെ, ഏറ്റവും പ്രിയപ്പെട്ട വലിയ പിതാവെ, കിഴക്കൻ പിതാവെ, ജോസഫ് സാറെ, ജേക്കബ് സാറെ, ജോർജ് സാറെ, വേദിയിലും സദസ്സിലുമായിട്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ജനാലക്ഷന് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ആശംസിച്ചു. ഈ സമ്മേളനത്തിന്റെ പ്രസക്തമായ ചില ചിന്തകളും അച്ഛന് നൽകുകയുണ്ടായി. ഞാൻ നേരിട്ട് ഈ സമ്മേളനത്തെക്കുറിച്ചുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ പൊതു അറിവിലേക്കായിട്ടൊന്ന് പറയുകയാണ്. നമ്മുടെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ അടുത്ത CBCI മീറ്റിങ്ങിന് ഒരുങ്ങുകയാണ്. കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ എല്ലാ കത്തോലിക്ക മെത്രാന്മാരുടെയും സമ്മേളനമാണിത്. നമുക്കിപ്പോൾ ഇന്ത്യയിൽ 165 കത്തോലിക്ക രൂപതകളാണുള്ളത്. അതുകൊണ്ട് 165 രൂപതാധ്യക്ഷന്മാര്, 12 സഹായ മെത്രാന്മാര്, 2 കുരിയ ബിഷപ്സ്, ഒന്ന് നമ്മുടേതും മറ്റൊരു മലങ്കര സഭയുടെയും, 56 റിട്ടയേർഡ് ബിഷപ്സുമാണ് നമുക്ക് കത്തോലിക്ക ഹൈറാർക്കിയിൽ ഇപ്പോഴുള്ളത്. അങ്ങനെ 236 മേലധ്യക്ഷന്മാര് ഇന്ത്യയിലുണ്ട് എന്നുള്ളത് ലോക ചരിത്രത്തിലെ തന്നെ, ക്രൈസ്തവ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ലോകത്തിലെ തന്നെ 3ാമത്തെ ഏറ്റവും വലിയ കത്തോലിക്ക മേലധ്യക്ഷന്മാരുടെ സമ്മേളനമാണ് CBCI എന്ന് പറയുന്നത്. അപ്പോൾ ആ സമ്മേളനമാണ് നമ്മൾ രൂപത 2014 ഫെബ്രുവരി മാസത്തിൽ പോസ്റ്റ് ചെയ്യുന്നത്. നമ്മളുടെ രൂപതയുടെ തൊട്ടടുത്തുള്ള പാസ്റ്ററൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചാണ് ആ കർമ്മങ്ങൾ, സമ്മേളനങ്ങളെല്ലാം നടക്കുന്നത്. അത് 10 ദിവസത്തെ പ്രോഗ്രാമാണ്. ഈ പിതാക്കന്മാര് ഏകദേശം 200 പേരെങ്കിലും വരും. രൂപതാധ്യക്ഷന്മാരെല്ലാവരും സഹായ മെത്രാന്മാരും നിർബന്ധമായിട്ട് ഇതിൽ പങ്കെടുക്കേണ്ടതാണ്. കേരളത്തിലായതുകൊണ്ട് മറ്റ് ബന്ധങ്ങളുള്ളതുകൊണ്ട് റിട്ടയേർഡ് ബിഷപ്സും കൂടുതൽ വരുമെന്ന് ഞാൻ കരുതുകയാണ്. ഏറ്റവും കൂടുതൽ CBCI മീറ്റിംഗിൽ പങ്കെടുത്തിയ ഒരാളാണ് നമ്മുടെ വലിയ പിതാവ്. പിതാവിന്റെ സാന്നിധ്യം ഇവിടെ ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും പിതാവിന്റെ തലമുറയിൽപ്പെട്ട മേലധ്യക്ഷന്മാര്, റിട്ടയേർഡായിട്ടുള്ള ധാരാളം പിതാക്കന്മാർ വരും എന്ന് ഞാൻ കരുതുന്നു. വളരെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തുള്ള ചിലർ തന്നെ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു. പലരായതുകൊണ്ട് ഞങ്ങൾ വരുന്നുണ്ട് എന്ന് തന്നെ. ഇപ്പോഴത്തെ CBCIയുടെ ഈ കോൺഫറൻസിന്റെ അധ്യക്ഷൻ ബോംബെ ആർച്ച് ബിഷപ്പ് കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ് പിതാവാണ്. ഈ സംഘടനയ്ക്ക് 2 വൈസ് പ്രസിഡന്റുമാരുണ്ട്. 1ാമത്തെ വൈസ് പ്രസിഡന്റ് മലങ്കര കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ക്ലീമിസ് പിതാവും, 2ാമത്തെ വൈസ് പ്രസിഡന്റ് സുറമലബാർ സഭയിൽ നിന്നുള്ള തലശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പോലീത്ത വലിയമറ്റും പിതാവുമാണ്. ഇതിന്റെ ജനറൽ സെക്രട്ടറി ആഗ്ര ആർച്ച് ബിഷപ്പ് ആൽബർട്ട് ഡിസൂസ തിരുമേനിയാണ്. അതിന്റെ ഡെപ്യൂട്ടി സെക്രട്ടറി തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയിൽ നിന്നുള്ള ഫാദർ ഡോക്ടർ ജോസഫ് ചിന്നയ്യനുമാണ്. ഇതാണ് ഇപ്പോൾ CBCIയുടെ ജുറിഡിക്കൽ സെറ്റപ്പ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇത് ഇന്ത്യൻ കാത്തലിക് ഹൈറാർക്കിയുടെ സമ്പൂർണമായിട്ടുള്ള ഒരു സമ്മേളനമാണ്. അതിന്റെ പ്ലീനറി സെഷൻ ഗെറ്റ് ടുഗദറാണ്. 10 ദിവസം അവരെ നമ്മൾ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ വളരെ വലിയൊരു ഉത്തരവാദിത്വമാണ് നമുക്കുള്ളത്. CBCIയുടെ ചുമതലക്കാരൻ ഇതിനു മുമ്പും ഇവിടെ വെച്ച് ഒരു സമ്മേളനം നടത്തിയാൽ കൊള്ളാം. പാലായുടെ പാരമ്പര്യം, അൽഫോൻസാമ്മ, രാമപുരത്ത് കുഞ്ഞച്ചന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് പാലായിലെ ഒരു ഇന്ത്യൻ ഹൈറാർക്കിയുടെ, കാത്തലിക് ഹൈറാർക്കിയുടെ ഗെറ്റ് ടുഗദർ വേണമെന്നും നോർത്ത് ഇന്ത്യയിലൊക്കെയുള്ള ലത്തീൻ പിതാക്കന്മാർക്ക് ഇത്ര പുരാതനമായ ഒരു സഭയുടെ മൂല്യങ്ങൾ കുറെ കൂടെ പഠിച്ച് മനസ്സിലാക്കുന്നതിനുള്ള ഒരു അവസരമാണ് എന്ന് എല്ലാം നിർബന്ധിച്ചതുകൊണ്ടുകൂടിയാണ് നമ്മൾ ഈ ഇതുപോലുള്ള ഒരു വലിയ സംരംഭത്തിന്
സ്വാഗതം ആയിട്ട് ഒരുങ്ങുന്നത്. ഈ മീറ്റിങ്ങിനോടനുബന്ധിച്ച് ഉള്ള ഒരു ചരിത്രപരമായ 2-3 നിമിഷങ്ങളോട് ഞാൻ പറയുകയാണ്. ഇവിടെ അച്ഛൻ പറഞ്ഞല്ലോ 2 കൊല്ലത്തിലൊരിക്കലാണ് ഈ മീറ്റിംഗ് നടക്കുന്നത്. 2011 സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ വെച്ചായിരുന്നു ഈ സമ്മേളനം. ആ സമ്മേളനത്തിൽ വെച്ചാണ് അടുത്ത സമ്മേളനം പാലായിൽ ആയിരിക്കണമെന്നും അതിന് നമ്മൾ തയ്യാറാകണമെന്നുമുള്ള പൊതുവേദിയിൽ വെച്ച് 150-ലധികം പിതാക്കന്മാരിരുന്ന വേദിയിൽ വെച്ച് കർദിനാൾ ഓസ്വാൾഡ് നമ്മളോട് ചോദിക്കുകയായിരുന്നു. അപ്പോൾ ഇതിന് ഔദ്യോഗികമായിട്ടുള്ളൊരു സ്വഭാവം നമ്മുടെ വാഗമണ്ണിൽ ഇവിടെ ഇരിക്കുന്ന കുറേ പേരെല്ലാം നമ്മുടെ വാഗമണ്ണിൽ മൗണ്ട് നെബോയിൽ കൂടിയിരുന്നു. അന്നത്തെ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട സഭാതാരം എച്ചറമറ്റം ജോൺ സാറിന്റെ അധ്യക്ഷതയിൽ നമ്മൾ മീറ്റിംഗ് കൂടുകയും നമ്മളുടെ രൂപതയുടെ സഹായമെത്രാനെ ഈ വലിയ സമ്മേളനത്തിന്റെ ജനറൽ കൺവീനറായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുകയും ചെയ്തു. അന്ന് ജോൺ സാർ ഇൻസിസ്റ്റ് ചെയ്ത് പറഞ്ഞൊരു കാര്യം, വളരെ സ്കിൽഫുൾ ആയിട്ടുള്ള മാനേജ്മെന്റ് ഇതിന്റെ പിന്നിൽ വേണം. വളരെ ജാഗ്രതയോടുകൂടി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കാത്തലിക് ഹൈറാർക്കി മുഴുവനും ഇവിടെ കൂടുന്ന സമയമാണ്. ഇന്ത്യയുടെ പേപ്പൽ പ്രതിനിധി നുൻഷിയോ പിതാവ് ഉണ്ട്. റോമിൽ നിന്നുള്ള ഏതാനും കാർഡിനൽസും ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള വലിയ ഒരു സമ്മേളനമായതുകൊണ്ട് അതിന്റെ സെക്യൂരിറ്റി മെഷേഴ്സ് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളൊക്കെ നല്ലതുപോലെ നമ്മൾ ശ്രദ്ധിക്കണം. അതിന്റെ ഓർഗനൈസേഷനിലായിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം നമ്മൾ ശ്രദ്ധ പുലർത്തണമെന്ന് ജോൺ സാർ അന്ന് പ്രത്യേകമായിട്ട് പറയുകയുണ്ടായി. പിന്നീട് ഒരു ഔദ്യോഗികമായിട്ടുള്ള മീറ്റിംഗ് നടന്നത് അൽഫോൻസാമ്മയുടെ തിരുനാൾ ദിവസം 28-ാം തീയതി. ഞാൻ മുമ്പ് പറഞ്ഞ ഇതിന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ആർച്ച് ബിഷപ്പ് ആൽബർട്ട് ഡിസൂസ, ആഗ്രയിലെ ആർച്ച് ബിഷപ്പും സെക്രട്ടറി ആയിരിക്കുന്ന ഡോക്ടർ ജോസഫ് കെന്നയ്യനും ഇവിടെ വരികയും ഇവിടെ 2 ദിവസം താമസിക്കുകയും നമ്മളുടെ സൈറ്റ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാം പോയി കണ്ട് ബോധ്യപ്പെട്ട് അവർ സന്തോഷമായിട്ട് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ടും എല്ലാം തയ്യാറാക്കിയാണ് പോയത്. അന്ന് പോകുന്നതിന് മുമ്പ് അവര് അതിന്റെ വിശദാംശങ്ങളൊക്കെ ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞ് ഞാൻ ഇതിലേക്ക് വരാം. 3ാമത് ഒരു മീറ്റിംഗ് പോലെ നമ്മൾ കൂടിയത് നമ്മുടെ വൈദിക സമ്മേളനം പല പ്രസ്ബിറ്റേറിയം 300-ലധികം അച്ഛന്മാര് നമ്മുടെ പാസ്റ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൂടിയപ്പോൾ ഞാൻ ഈ കാര്യം അവതരിപ്പിക്കുകയും വൈദിക സമിതിയിൽ നിന്ന് 6 അച്ഛന്മാരെ ഇതിന്റെ പൊതു കാര്യങ്ങൾക്ക് വേണ്ടി രൂപതാ കേന്ദ്രത്തിലുള്ള അച്ഛന്മാരുടെ 10 പേരുടെ കൂട്ടത്തില് വൈദിക സമിതി തന്നെ 6 പേരെ തിരഞ്ഞെടുക്കുകയും അങ്ങനെ 16 അച്ഛന്മാരുടെ ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റി ആണ് ഇതിന്റെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ഇരിക്കുന്നത്. പിന്നീട് ഞങ്ങള് ഇവിടെ ബിഷപ്സ് ഹൗസില് ഈ 16 പേര് ഉൾപ്പെടെയുള്ള ഒരു മീറ്റിംഗ് കൂടി. സെൻട്രൽ കമ്മിറ്റി എന്നുള്ള പേരിൽ അച്ഛന്മാർ മാത്രമേ ഉള്ളതുകൊണ്ട് ഞങ്ങൾ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും പോയില്ല. അന്ന് ആ മീറ്റിംഗിൽ പ്രധാനമായിട്ടും ഉരുത്തിരിഞ്ഞു വന്ന ഒരു ചിന്ത, ഇതുപോലെ നമ്മളുടെ രൂപതയിലെ പ്രഗത്ഭരായ എല്ലാ രംഗങ്ങളിലും പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ആളുകളുടെ ഒരു സമ്മേളനം കൂടണമെന്നും അങ്ങനെ ഇതൊരു ഹിയറിംഗ് സെഷൻ പോലെ വലിയ തീരുമാനം എടുക്കാൻ വേണ്ടിയല്ല, ഈ സമ്മേളനത്തിന് ഉപകാരപ്പെടുന്ന ചിന്തകൾ പങ്കുവയ്ക്കാൻ കെൽപ്പുള്ള ആളുകളെ മാത്രമാണ് നമ്മൾ വിളിച്ചത്. അതുകൊണ്ടാണ് അച്ഛൻ അതിന്റെ കാറ്റഗറി തിരിച്ചു തന്നെ സ്വാഗതം അരുളിയതും. നമുക്കറിയാമല്ലോ, ഇവിടെ എല്ലാവരും ഇതുപോലെ മുൻപിലിരിക്കാൻ അർഹതയുള്ളവരാണ്. നമ്മുടെ വളരെ വലിയ അനുഭവ സമ്പത്തുള്ള ഏതാനും ആളുകളെ മുൻപിലേക്ക് ഇതുപോലെ ഒന്ന് മാറ്റി ഇരുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ അനുഭവ സമ്പത്തും സഹകരണവും ഇതിനോട് ഒപ്പം ഉണ്ടാകണം. നിങ്ങളിൽ നിന്നുള്ള ചിന്തകൾ ഇതിന്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് വരേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വലിയൊരു സമ്മേളനം നമ്മൾ വിളിച്ച് കൂട്ടിയത്. ഇവിടെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഇത് നമ്മളുടെ സഭയ്ക്ക്, ഇന്ത്യയിലെ സഭയ്ക്ക് ഉള്ള ഒരു ഉണർവിന് അവസരമാകണം. ഇന്ന് സഭയിലും സമൂഹത്തിലും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ഫ്രാൻസിസ് പാപ്പ പുതിയ ഒരു സമീപനം എല്ലാവരോടും എടുത്തു കഴിഞ്ഞു. ഫ്രാൻസിസ് ഇഫക്റ്റ് എന്ന പേരിൽ ഇംഗ്ലീഷ് പത്രങ്ങളും പീരിയോഡിക്കൽസും ഒക്കെ അതിനെ വിശേഷിപ്പിക്കാൻ തുടങ്ങി. ആ ഫ്രാൻസിസ് ഇഫക്റ്റിൽ തന്നെ ആയിരിക്കണം
നമ്മളുടെ ഈ സമ്മേളനവും നടത്തപ്പെടേണ്ടത്. അതിൻ്റെ ചൈതന്യം ഇതൊരു ആത്മീയ പ്രസ്ഥാനമാണ്. ആത്മീയത കൈകാര്യം ചെയ്യുന്ന ആളുകൾ ദൈവജനത്തിനു വേണ്ടി, ഈ രാജ്യത്തിനു വേണ്ടി ശുശ്രൂഷ അർപ്പിക്കുന്നവരുടെ ഒരു കൂടിവരവാണ്. അപ്പം ആ തരത്തിലുള്ള വളരെ സുവിശേഷ അധിഷ്ഠിതമായ മൂല്യങ്ങൾ നമ്മൾ സംരക്ഷിച്ചുകൊണ്ടും നമ്മളുടെ ഈ രൂപതയ്ക്കും സിറോ മലബാർ സഭയ്ക്കും ഈ പ്രദേശത്തിനും ഒരു നവസുവിശേഷവൽക്കരണത്തിനുള്ള ഒരവസരമായിട്ട് കൂടെ വേണം നമ്മൾ ഈ കൂടിവരവിനെ കാണാനായിട്ട്. നടപടി പുസ്തകത്തിൽ നമ്മളൊരു സംഭവം വായിക്കുന്നുണ്ടല്ലോ. പൗലോസ്ലീഹായെ അരിയോസ്പഗോസ് എന്ന ഒരു പീഠത്തിൽ കയറ്റി നിർത്തി വലിയ തത്വജ്ഞാനികള്, രാഷ്ട്രീയ നേതാക്കന്മാര്, കലാകാരന്മാരൊക്കെ വന്ന് പ്രസംഗിക്കുന്ന ഒരു പീഠമാണ് അരിയോസ്പഗോസ്. ആരിയോസ്പാഗോസ് എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം ഉയർന്ന പീഠം എന്നാണ്. ഉയർന്ന പീഠത്തിലേക്ക് അവർ പൗലോസിനെ വിളിച്ചു നിർത്തി ആ സുവിശേഷ സന്ദേശം കേൾക്കുകയായിരുന്നു. ഇന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ ഈ കൂടിവരവ് രണ്ടർത്ഥത്തില് അരിയോസ്പാഗോസാണ്. ഒന്ന്, നമ്മളുടെ 4 ലക്ഷത്തോളം കത്തോലിക്ക വിശ്വാസികളുള്ള നമ്മുടെ രൂപതയിലെ അരിയോസ്പാഗോസ് ആയിട്ടുള്ള ഉയർന്ന നിലവാരത്തില്, ജീവിതത്തില്, ചിന്തയില്, പെരുമാറ്റത്തില്, മൂല്യങ്ങളിലും ഒക്കെ ആയിട്ടുള്ള ആളുകളെയാണ് ഇവിടെ വിളിച്ചിരിക്കുന്നത്. നമ്മളുടെ ഈ സമൂഹത്തിലെ ഈ രൂപതയുടെ ഒരു ഉയർന്ന നിലവാരം നിങ്ങളിലൂടെ കാണാൻ സാധിച്ചതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചത്. മറ്റാരെയും വിളിക്കാണ്ട് നിങ്ങളെ വിളിച്ചതിന്റെ കാരണം അതാണ്. മറ്റൊന്ന്, സ്വാഭാവികമായിട്ടും നമ്മുടെ കത്തോലിക്ക കൂട്ടായ്മയിൽ ഈ ഭവനവും നമ്മുടെ രൂപതയിലെ അരിയോസ്പാഗോസാണ്. കത്തോലിക്ക വിശ്വാസത്തിന്റെ പരിശുദ്ധി കാത്ത് സൂക്ഷിച്ച് അതിനെ വളർത്തിയെടുക്കുന്ന വീട് എന്ന നിലയിൽ ഈ ഉയർന്ന പീഠത്തിൽ തന്നെയാണ് നമ്മളെല്ലാവരും ആയിരിക്കുന്നതും. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഇതിന്റെ കാര്യങ്ങൾ കാണുകയും വിലയിരുത്തുകയും ചെയ്യണം. നമ്മുടെ രൂപതയ്ക്കൊരു നല്ലൊരു ഓക്സിജനേഷൻ, വിശ്വാസ കാര്യത്തില് ഒരു കുതിപ്പിനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ നമുക്ക് മാറ്റിയെടുക്കണം. അങ്ങനെ നമുക്കത് ഉപകാരപ്പെടുമ്പോഴാണ് ഇതുപോലുള്ള ഒരു നല്ല ശുദ്ധമായ പാരമ്പര്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു രൂപത ഇന്ത്യയിലെ എല്ലാ മെത്രാന്മാരെയും സംരക്ഷിക്കുമ്പോൾ നമുക്ക് സ്വീകരിക്കേണ്ടതും നമുക്ക് കൊടുക്കേണ്ടതുമായ കാര്യം അതാണ്. വത്തിക്കാൻ സിനോദോസിന്റെ 50ാം വാർഷികത്തിൽ നമുക്ക് ഇവിടെ വെച്ച് ഇത് കൂടാൻ പറ്റുന്നു എന്നത് തന്നെയും വലിയൊരു കാര്യമാണ്. ഞാൻ 1-2 കാര്യങ്ങളൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഈ മീറ്റിംഗിൽ ഇതിന്റെ കൃത്യമായ സമ്മേളനം ഫെബ്രുവരി 19 മുതൽ 26 വരെയുള്ള ദിവസങ്ങളിലാണ് ഫുൾ ബോഡി മീറ്റിംഗ്. അതിന്റെ തലേ ദിവസം 18-ാം തീയതി നമ്മളുടെ ഏത് പ്രസ്ഥാനത്തിന്റെയും എന്നതുപോലെ ഇതിനും ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി മീറ്റിംഗ് ഉണ്ട്. അത് ഈ 236 മെത്രാന്മാരിൽ നിന്ന് 40 പേരടങ്ങുന്ന ഒരു സമിതിയാണ് ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി. അവരെല്ലാവരും തലേ ദിവസം തന്നെ ഇവിടെ എത്തും. സ്റ്റാൻഡിംഗ് കമ്മിറ്റി മീറ്റിംഗ് 18-ാം തീയതിയാണ്. 17-ാം തീയതി മുതൽ വരുമെന്ന് അറിയിച്ചിട്ട് ഉള്ള പിതാക്കന്മാരുമുണ്ട്. അപ്പോൾ 17 മുതൽ ഒരു 28, 29 വരെയൊക്കെ പിതാക്കന്മാർ ഇവിടെ ഉണ്ടാകും. കൃത്യ മീറ്റിംഗ്, അതിന്റെ ഫുൾ സെഷൻ 19 മുതൽ 26 വരെയുള്ള ദിവസങ്ങളിലാണ്. ഈ മീറ്റിംഗിന്റെ ഒരു പ്രത്യേകത, ഇതിന്റെ മജോറിറ്റി ഇൻ ക്യാമറ സെഷനാണ്. അതായത് ഈ വരുന്ന പിതാക്കന്മാര് അവിടെ താമസിച്ച് നമ്മളുടെ സഭയുടെ, ഈ രാജ്യത്തിന്റെ എല്ലാം കാര്യങ്ങളെക്കുറിച്ചുള്ള വിലയിരുത്തല് അത് ഇൻ ക്യാമറ സെഷനാണ്. അത് പിതാക്കന്മാരുടെ മാത്രമായിട്ടുള്ള സമ്മേളനമാണ്. അവിടെ അവതരിപ്പിക്കപ്പെടുന്ന വിഷയവും അവിടെ എടുക്കുന്ന തീരുമാനങ്ങളുമെല്ലാം ആ ബോഡി മാത്രം അംഗത്വമുള്ള ആളുകൾ ഒന്നിച്ചിരുന്നുള്ളതാണ്. പക്ഷേ അത് നമ്മളുടെ ഈ രാജ്യത്തെയും നമ്മുടെ സഭകളുടെയും പൊതുവായിട്ടുള്ള വിശ്വാസത്തിന്റെയും എല്ലാം അടിസ്ഥാനത്തിൽ നടക്കുന്ന കാര്യമാണല്ലോ. നിങ്ങൾ ആ മുറിക്ക്, ആ ക്യാമറയ്ക്കകത്ത് ഇല്ലാതിരിക്കുമ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും തീരുമാനങ്ങളുമാണ് നടക്കുന്നത്. ദൈവജനത്തിന് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ, ഈ രാജ്യത്തിന്റെ പരിശുദ്ധമായ സംശുദ്ധമായ രാഷ്ട്രീയ മുന്നേറ്റത്തിനുള്ള കാര്യങ്ങൾ, സാംസ്കാരിക മൂല്യങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ തുടങ്ങിയ
കാര്യങ്ങളെല്ലാമാണ് അവിടെ ചർച്ചയ്ക്ക് വിഷയീഭവിക്കുന്നത്. അതുകൊണ്ട് ഒരു മെത്രാന്റെ സാന്നിധ്യം ഒരു മീറ്റിംഗിൽ വരുമ്പോൾ അതേക്കുറിച്ച് എപ്പോഴും ദൈവശാസ്ത്രം പറയുന്നത് ശിരസ്സാണത്. ആ ബോഡി അവിടെ ഉണ്ട്. ഫിസിക്കലായിട്ട് ആ ബോഡി ഇല്ലെങ്കിലും ആ ബോഡി ഈസ് റെപ്രസെന്റഡ് ബൈ ദ ഹെഡ്. സിനഡിൽ ഞങ്ങൾ 50 പേരിരിക്കുമ്പോൾ ഞങ്ങളുടെ ബോഡി ഞങ്ങളുടെ രൂപതയാണ്. ആ രൂപതയെക്കുറിച്ചുള്ള കാര്യം മാത്രമാണ് ഞങ്ങളവിടെ പറയുന്നത്. ആ രൂപത ഈ ഹെഡ് വഴി അവിടെ റെപ്രസെന്റ് ചെയ്യപ്പെടുകയാണ്. അത്തരത്തിലുള്ള റെപ്രസെന്റേഷനാണ് ഈ CBCI ജനറൽ ബോഡിയിൽ നടക്കുന്നത്. നമ്മുടെ കത്തോലിക്കരുടെ പ്രധാനമായിട്ടും ക്രൈസ്തവരുടെ പൊതുവിലും നമ്മുടെ രാജ്യത്തിലെ എല്ലാ ജനങ്ങളുടെ പ്രത്യേകമായ രീതിയിലും അങ്ങനെ ഒരു നേഷൻ ബിൽഡിംഗ് കൂടെ നടക്കുന്ന ഒരു മീറ്റിംഗാണ്. ആ മീറ്റിംഗിൽ ഭാരതം മുഴുവനും അവിടെ ഉണ്ട് എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഓർമ്മയിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ ഇൻ ക്യാമറ സെഷന് പുറമേയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് 1-2 കാര്യങ്ങൾ കൂടെ നിങ്ങളുടെ മുമ്പിൽ വച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ തുടങ്ങുന്ന ദിവസം 19-ാം തീയതി ആണ് ഔദ്യോഗികമായിട്ടുള്ള അതിൻ്റെ ഇനോഗറൽ സെഷൻ. സാധാരണ ഈ ഇനോഗറൽ സെഷൻ എന്ന് പറയുന്നത് ഓരോ രാജ്യത്തിൻ്റെ നുൻഷിയോ മാർപ്പാപ്പായുടെ പ്രതിനിധിയാണ് ആ കുർബാന ചൊല്ലുന്നത്. അത് സ്വാഭാവികമായിട്ടും ലത്തീൻ കുർബാനയാണ്, ഇംഗ്ലീഷ് ഭാഷയിലാണ്. ആ കുർബാനയിൽ ഈ പിതാക്കന്മാർ എല്ലാവരും പങ്കെടുക്കും. ഞങ്ങളുടെ ചർച്ചയിൽ വന്ന ഒരു ചിന്ത, ആ കുർബാനയിൽ നമ്മുടെ രൂപതയിലെ എല്ലാ വൈദികരും കൂടെ പങ്കെടുക്കുന്നത് നല്ലതാണ്. സമർപ്പിതരും അതുപോലെ നമ്മൾ പ്രത്യേകമായിട്ട് നിശ്ചയിക്കപ്പെടുന്ന ആത്മായ സഹോദരങ്ങൾ. അതാണ് ആ ഇനോഗറൽ മാസിന്റെ ഒരു സ്ട്രക്ചർ പോലെ ഇതിന്റെ കാര്യങ്ങൾ നടത്തുന്ന കർദിനാളും അതിന്റെ സെക്രട്ടറി ആയിട്ടുള്ള ആർച്ച് ബിഷപ്പ് പറഞ്ഞത്. നമ്മളതിന് ടെൻറ്റേറ്റീവായിരുന്ന സ്ഥലം അവർ തന്നെ വന്ന് കണ്ട് പോയിരിക്കുന്ന നമ്മുടെ സെന്റ് തോമസ് ഗ്രൗണ്ട്സ് ആണ്. അവിടെ നമ്മളെല്ലാവരും കൂടി കുർബാന അർപ്പിക്കും. ആ കുർബാനയ്ക്ക് ശേഷം ഇനോഗറൽ സെഷൻ. ആ സെഷൻ എക്സ്ക്ലൂസീവായിട്ട് ഈ CBCIയുടെ ഔദ്യോഗികമായിട്ടുള്ള ജുറിഡിക്കൽ ബോഡിയാണ്. ആ ബോഡിയിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളത് വേറെ ഒരാൾ മാത്രമേ അതിൽ 10 മിനിറ്റ് സംസാരിക്കുന്നുള്ളൂ. മറ്റ് ആരും അതിൽ സംസാരിക്കുന്നില്ല. ആ ഇനോഗ്രൽ സെഷനിൽ ഒരു വ്യക്തി, അത് ഒരുപക്ഷെ എനിക്ക് അറിഞ്ഞുകൂടെ അവര് നിശ്ചയിക്കുന്നതാണോ അതോ ഹോസ്റ്റ് ചെയ്യുന്ന രൂപതയ്ക്ക് അതിനെ തീർച്ചയായിട്ടും നമ്മളോട് ചോദിക്കും അവര്. അങ്ങനെ ഒരു വ്യക്തി മാത്രം ഒരു 10 മിനിറ്റ് സംസാരിക്കും. ബാക്കിയത് ഈ ഇനോഗ്രൽ സെഷൻ എന്ന് പറയുന്നത് ഈ കുർബാന കഴിഞ്ഞുള്ള ആ മീറ്റിംഗ് ടിപ്പിക്കലായിട്ട് CBCIയുടെ ജുറിഡിക്കൽ ബോഡിയുടെ മീറ്റിംഗാണ്. അപ്പം അതിൻ്റെ ഒരു ചെറിയ രൂപം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നീടുള്ള ഒരു പൊതു പരിപാടി, മിത്രാന്മാരുടെ എല്ലാവരെയും കൂടി നമ്മൾ പങ്കെടുപ്പിക്കുന്ന ഒരു സിവിക് റിസപ്ഷൻ, പൗരസ്വീകരണം എന്നതുപോലെ ഒരു ചടങ്ങുണ്ട്. അതൊരു ഹാഫ് ഡേ, ഉച്ച കഴിഞ്ഞുള്ള ഒരു സമയമാണ്. അതിനും ഈ ഇതിന്റെ ചുമതലയുള്ള ആർച്ച് ബിഷപ്പ് ആൽബർട്ട് ഡിസൂസ പിതാവ് ഇവിടെ വന്നപ്പോൾ നമ്മുടെ സെന്റ് തോമസ് ഗ്രൗണ്ട്സ് പോയി കാണുകയും അദ്ദേഹം ഈ സ്ഥലമൊക്കെ ഇതിനു മുമ്പ് പരിചയമുണ്ട്, പല സ്ഥലങ്ങളും കണ്ടിരുന്നു. അദ്ദേഹം നിർബന്ധമായിട്ടും പറഞ്ഞത് സെന്റ് തോമസ് ഗ്രൗണ്ട്സ് ആണ്. കാരണം ഞാൻ പറഞ്ഞത് ഇതിനൊരു അല്പം ഒരു സെക്യൂരിറ്റി ഭദ്രത കൂടിയുള്ള ഒരു സ്ഥലമായിരിക്കണം. സെന്റ് തോമസ് ഗ്രൗണ്ട്സ് നമുക്ക് ഇഷ്ടം പോലെ ആളുകൾക്ക് വരാം. ആ പബ്ലിക് റിസപ്ഷൻ അല്ലെങ്കിൽ സിവിക് റിസപ്ഷനിൽ നമ്മുടെ ആളുകൾ, അതായത് അതിൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ എല്ലാവരും നിർബന്ധമായിട്ടും ആ മീറ്റിംഗിൽ പങ്കെടുക്കണം. അതിൽ അല്പം കൂടെ ഏതാനും പേർക്ക് കൂടെ ഏതാനും നിമിഷങ്ങൾ അതിൽ സംസാരിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും. അതാണ് ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമ്മേളനം. പൊതുജനത്തിന് ആക്സസ് ഉള്ള സമ്മേളനമാണ്. നമ്മുടെ ഇടവകയിലെ ദൈവജനത്തോട് നമ്മൾ വരാനായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ മറ്റ് മതവിഭാഗത്തിൽപ്പെട്ട ശ്രേഷ്ഠരായ ആളുകളുടെ സാന്നിധ്യവും സദസ്സിലും വേദിയിലും കുറേയൊക്കെ ഉള്ളത് നല്ലതായിരിക്കും. ആ സിവിക് റിസപ്ഷനാണ് ഇൻ ക്യാമറ സെഷൻ അല്ലാതെ പബ്ലിക്കായിട്ട് ശരിക്കും പറഞ്ഞാലുള്ള ഒരു ഫുൾ ബോഡി സെഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് അവര് നമ്മളോട് സജസ്റ്റ് ചെയ്തിരിക്കുന്ന സ്ഥലം നമ്മുടെ സെന്റ് തോമസ് ഗ്രൗണ്ട്സ് തന്നെയാണ്. നമ്മുടെ എല്ലാവരുടെയും പൊതുവായിട്ടുള്ള സ്ഥലമാണ്. അതിന് തീർച്ചയായിട്ടും അതിൻ്റെതായ പദ്ധതിയും കാര്യവും ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ, അതിന്റെ ഇനോഗ്രൽ
സെക്ഷൻ കുർബാനയും ഇനോഗ്രൽ സെഷനും പിന്നീട് നമ്മൾ നടത്തുന്ന അത് മറ്റൊരു ദിവസമാണ് ഈ സിവിക് റിസപ്ഷന്. അവർ ടെൻറ്റേറ്റീവായിട്ടൊരു ദിവസം പറഞ്ഞിട്ടുണ്ട്. അത് ഫെബ്രുവരി 22-ാം തീയതി ശനിയാഴ്ച ഉച്ചകഴിഞ്ഞാണ് സിവിക് റിസപ്ഷന്റെ ഡേറ്റ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പിന്നെ മാറ്റം വരുമോന്ന് അറിയത്തില്ല. മറ്റൊരു തുടങ്ങുന്ന ദിവസം 19-ാം തീയതി രാവിലെ 9 മണിക്കാണ്. ഈ സിവിക് റിസപ്ഷൻ ഉച്ചകഴിഞ്ഞ് 2:30 മണിക്കുമാണ്. പിന്നീടുള്ള ഒരു ദിവസം ഇതിന്റെ ഒരു പൊതു പരിപാടി നമ്മുടെ ഈ 180 അല്ലെങ്കിൽ 200 പിതാക്കന്മാരെ 4-5 ഗ്രൂപ്പുകളാക്കി അവർ നമ്മളുടെ ഈ ഹോസ്റ്റ് ചെയ്യുന്ന രൂപതയിലെ പ്രധാനപ്പെട്ട പള്ളികളിൽ സന്ദർശിക്കുന്ന ഒരു കീഴ്വഴക്കമുണ്ട്. പ്രവാചക സെമിനാരിയിലെ പിതാക്കന്മാരെ കൊണ്ടുചെല്ലണമെന്ന് റെക്ടേഴ്സിനും സ്റ്റാഫും എല്ലാം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് നമുക്ക് നിർബന്ധമായിട്ടും നമ്മുടെ രൂപതയിൽ പോകേണ്ട 2-3 സ്ഥലങ്ങൾ തീർച്ചയായിട്ടും പ്രബലഞ്ഞാട്, അരുവിത്ര, രാമപുരം, ഈ 3 സ്ഥലങ്ങൾ അവർ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിതാക്കന്മാരെ കുറിച്ച് അറിയാവുന്നവര് ഞങ്ങൾക്ക് പോകണം, അവിടെ ആളുകളെ കാണണം. അതൊരു ഉച്ചകഴിഞ്ഞുള്ള ദിവസമാണ്. അവിടെ ഒരു ഗ്രൂപ്പിൽ ഒരു 30 പിതാക്കന്മാരുണ്ടെങ്കിൽ സാധിക്കുന്നിടത്തോളം അവിടെ കുർബാന കൊണ്ടത് നമ്മുടെ സുറ മലബാർ പിതാക്കന്മാർക്ക് കൊടുക്കാം. നമ്മുടെ ആളുകൾക്ക് ഇത് പങ്കെടുക്കാൻ എളുപ്പവുമുണ്ടല്ലോ. ആ കൂട്ടത്തിൽ മറ്റ് നമ്മുടെ പിതാക്കന്മാർ ലിറ്റിൻ മലങ്കര പിതാക്കന്മാരും മിക്സ് ചെയ്തായിരിക്കും വരുന്നത്. നമ്മൾ 3-4 പള്ളികളിൽ കൂടെ ഇവിടുത്തെ മീറ്റിംഗിൽ പറഞ്ഞിരുന്നു. തിയേറ്ററിൽ ചെറുപ്പങ്കില് കുട്ടികളുടെ കാര്യം പറഞ്ഞിരുന്നു. അത്രയും നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഈ വടവാതൂർ സെമിനാരി പോലെയുള്ള പൊതു സ്ഥാപനങ്ങളിൽ ചോദിക്കുമ്പോൾ നമ്മളിത് സമ്മതിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഔചിത്യപരമായ രീതിയിൽ അതിനെ ഹാൻഡിൽ ചെയ്യണം. നമ്മളുടെ പള്ളികളുടെ എണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, പിതാക്കന്മാരെല്ലാവരും കൂടെ ഉള്ളത് അൽഫോൻസാമ്മയുടെ അടുത്ത് നമ്മുടെ പിതാക്കന്മാരെല്ലാവരും കൂടി കുർബാന ചൊല്ലും. ആ കുർബാന ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ ഫുൾ ബോഡി മീറ്റിംഗ് ആയതുകൊണ്ട് CBCയുടെ അധ്യക്ഷനായിരിക്കണം അതിൻ്റെ ധാർമ്മികൻ. അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ലത്തീൻ കുർബാന ഇംഗ്ലീഷിൽ ആയിരിക്കും. അത് അതിൻ്റെ ഒരു ജുറിഡിക്കൽ ബോഡി ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രോട്ടോകോളാണ് എന്ന് ഞാൻ കരുതുകയാണ്. മറ്റ് ദിവസങ്ങളിൽ കുർബാന ഞങ്ങളുടെ ഇൻ ക്യാമറ സെഷന്റെ കാര്യം പറഞ്ഞതുപോലെ ബിഷപ്സ് മാത്രം. അത് നമ്മുടെ സീറോ മലബാർ, മലങ്കര, ലത്തീൻ സഭയുടെ ഹെഡ്സ് ഓഫ് ദി ചർച്ചസ് ആണ് ആ കുർബാനയ്ക്ക് പ്രൊസീഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കൂടുതൽ ഈ സദസ്സിന്റെ ചിന്തകൾ വേണ്ടത് ഭരണജ്ഞാനത്ത് പിതാക്കന്മാരെല്ലാവരും കൂടെ ചേരുന്ന കുർബാനയുടെ സംവിധാനത്തെക്കുറിച്ച്, ഇനോഗ്രൽ സെഷന്റെ ആദ്യത്തെ ദിവസത്തെക്കുറിച്ച്, പിന്നെ 22-ാം തീയതി ശനിയാഴ്ച ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ സിവിക് റിസപ്ഷന് സെന്റ് തോമസ് ഗ്രൗണ്ട്സിൽ നടത്തുന്ന കാര്യത്തെക്കുറിച്ച്, അങ്ങനെയുള്ള മറ്റ് ഇൻ ക്യാമറ സെഷനെ കുറിച്ച് ഒരുപാട് നിങ്ങൾക്ക് അത് പരിചയവുമില്ല, അങ്ങനെയൊരു ചർച്ചയ്ക്ക് പ്രസക്തിയുമില്ല. അപ്പൊ ഈ കാര്യങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ അതേക്കുറിച്ചുള്ള അത് മാനേജ് ചെയ്യുന്ന അതിന്റെ എഫിഷ്യൻസിയുടെ തലം, പിന്നെ നമുക്കറിയാവുന്നതുപോലെ അതിന് വലിയ സാമ്പത്തിക മുടക്ക് വരും. ഭക്ഷണം, മറ്റ് വാഹന സൗകര്യങ്ങൾ, അതൊക്കെ നമ്മളുടെ സാമ്പത്തിക ഭദ്രതയുള്ള പള്ളികളും പ്രൊവിൻഷ്യൽസും മായ സഹോദരങ്ങളും ഒക്കെ തീർച്ചയായിട്ടും സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ചിലരൊക്കെ ഇപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസത്തെ ഭക്ഷണം ഞാൻ സ്പോൺസർ ചെയ്തോളാം എന്ന രീതിയിലൊക്കെ പറഞ്ഞ ആളുകളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അത് ആ ഒരു ഉറപ്പോട് ഞാൻ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇത് കേട്ടിട്ട് പോകുന്നത്. അല്ലാണ്ട് ഇവിടുന്ന് കാശ് മുടക്കി ഈ കാര്യമെല്ലാം ചെയ്യാൻ പറ്റുകയെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം നിങ്ങൾ അങ്ങനെ പറയുന്ന ആളുകളുടെ എണ്ണം കൂടും എന്നുള്ള ആ ഒരു ബോധ്യത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. ഞാനിത് ഏറ്റെടുത്തതും അതുകൊണ്ടാണ്. നമ്മളുടെ രൂപതയ്ക്ക് ഏറ്റവും വലിയ അഭിമാനമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മളുടെ ഇന്ത്യൻ കാത്തലിക് ഹൈറാർക്കി മുഴുവനും ഇവിടെ ഹോസ്റ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത്. അതുകൊണ്ട് ഈ ആമുഖ വാക്കുകളോട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്കുള്ള പ്രധാനമായ ചടങ്ങ് ഇവിടെ പറഞ്ഞ ഈ കാര്യങ്ങളുടെ